ലോകപ്രസിദ്ധ സുവിശേഷകൻ റെയ്നാർഡ് ബോങ്കയോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ നൈജീരിയയിൽ സുവിശേഷം പ്രസംഗിപ്പിക്കും. നൈജീരിയയിൽ പോകണമെന്നും സുവിശേഷം എത്തിയിട്ടില്ലാത്ത അവിടുത്തെ പ്രസംഗിക്കണമെന്നതും ബോങ്കയുടെ ആഗ്രഹം ആയിരുന്നു. അവിടെ പോകുന്നതിനായി വിസയ്ക്ക് അപേക്ഷിച്ചപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ബോങ്കയുടെ വിസ നിരസിച്ചു. ഇനി അത് ലഭിക്കുക വളരെ പ്രയാസമാണ്. അപ്പോഴും ബോങ്കെ, കർത്താവെ, നീയാണോ എന്നെ വിളിച്ചത്? നീയാണോ എനിക്ക് വാഗ്ദത്തം നൽകിയത്? ഈ വഴി അടഞ്ഞാലും ഇതിനകത്ത് അങ്ങ് ഒരു വഴി കണ്ടിട്ടുണ്ട് കർത്താവെ എന്ന് പറഞ്ഞ് നീണ്ട് 8 വർഷം പ്രാർത്ഥിച്ചു. 8ാമത്തെ വർഷമായപ്പോൾ തൊട്ടടുത്ത രാജ്യമായ സിംബാബ്വെ പ്രസിഡന്റ് ബോങ്കയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണം. സുവിശേഷത്തിന് മാത്രമേ ഇവിടുത്തെ പട്ടിണിയും അരാജകത്വവും മാറ്റാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നീ ഇവിടെ വന്ന് സുവിശേഷം പ്രസംഗിക്കണം. ഇത് കേട്ട ബോങ്കയ്ക്ക് സന്തോഷമായി. താൻ സിംബാബ്വെയിൽ ചെന്ന് 3 ദിവസത്തെ ക്രൂസാഡിൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ പ്രസിഡന്റും ഭാര്യയും കൂടാതെ നിരവധി ആളുകളും രക്ഷിക്കപ്പെട്ടു. ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ഒരു വലിയ ഉണർവ് ആ രാജ്യത്ത് ഉണ്ടായി. ഇത് കണ്ട് അതിശയിച്ച പ്രസിഡന്റ് ബോങ്കയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ വന്ന് സുവിശേഷം പറഞ്ഞതിന് നിനക്ക് എന്താണ് പ്രതിഫലമായി ഞാൻ തരേണ്ടത്? പക്ഷെ ബോങ്കയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, എനിക്ക് പ്രതിഫലമായി അങ്ങ് ഒന്നും തരേണ്ട. പകരം തൊട്ടടുത്ത രാജ്യമായ നൈജീരിയയിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവിടുത്തെ പ്രസിഡന്റ് എന്റെ വിസ നിരസിച്ചിരുന്നു. പ്രസിഡന്റ് പറഞ്ഞു, ഭാരപ്പെടേണ്ട. നൈജീരിയൻ പ്രസിഡന്റ് എന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ഉടനെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ബോങ്കെ എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് അവിടെ സുവിശേഷം പറയുവാനും അവിടെ ഇറങ്ങാനുമുള്ള നടപടികൾ ചെയ്തു കൊടുക്കണം. പ്രസിഡന്റിന്റെ വാക്കുകൾ കേട്ട് നൈജീരിയൻ പ്രസിഡന്റ് ബോങ്കയ്ക്ക് സൗജന്യ വിസയും മറ്റു സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. ഇന്ന് നമുക്ക് അറിയാം, ആഫ്രിക്കയിലെ ഉണർവ് ആരംഭിച്ചത് റെയ്നാർഡ് ബോങ്കയിലൂടെയാണെന്ന്. ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹം രക്ഷയിലേക്ക് നയിച്ചു. പ്രിയരെ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്തവന് അറിയാം അത് എപ്പോൾ നിറവേറ്റണമെന്നും എവിടെ നിറവേറ്റണമെന്നും. ആകയാൽ തളർന്നു പോകരുത്. ഒരുപക്ഷെ നീ പ്രതീക്ഷിച്ച കാര്യങ്ങളുടെ വാതിൽ ദുഷ്ടൻ അടച്ചെന്ന് തോന്നിയാലും നിരാശപ്പെട്ടു പോകരുത്. വാഗ്ദത്തം കൈമുതലുള്ള നിന്റെ വാതിൽ കെട്ടിയടയ്ക്കപ്പെട്ടാലും അതിനകത്ത് ഒരു വഴിയൊരുക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തൻ. അതുകൊണ്ട് നമുക്കും പാട്ടുകാരനോട് ചേർന്ന് പാടാൻ കഴിയട്ടെ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ച് മുദ്രവെച്ചാൽ സ്വർഗകവാടം തുറക്കുമെനിക്കായി ദൂതസൈന്യം വരും നിശ്ചയം.